ഇന്നിപ്പോൾ ഈ പല്ലിൻ്റെ നിരതെറ്റൽ അല്ലെങ്കിൽ പല്ല് പൊന്തൽ, അതുപോലെ തന്നെ ഈ സ്കെൽറ്റൽ ഗ്രോത്ത്, ഈ താടിയല്ലിൻ്റെയും മോണയുടെ ഒക്കെ വളർച്ചയിലൊക്കെ കൂടുതൽ പ്രശ്നങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. കൂടുതൽ ആളുകൾക്ക് ഇത്തരത്തിലുള്ള കംപ്ലൈൻറ്റ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പണ്ട് കാലം ഇപ്പം ഡോക്ടർ ജനറേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എൻ്റെ ജനറേഷൻ ആയിക്കോട്ടെ, പലപ്പോഴും നമ്മളെ പാരൻസ് നമുക്ക് ചിലപ്പം ഒരു ക്യാരറ്റ് ആയിക്കോട്ടെ, ഒരു മാങ്ങ ആയിക്കോട്ടെ, അതൊക്കെ നമ്മൾ റോ ആയിട്ട് കഴിച്ച കാലങ്ങളുണ്ടായിരുന്നു. ഇപ്പം എത്ര പിള്ളേർ ഇത് കഴിക്കുന്നുണ്ട്? എത്ര പാരൻസ് റോ ആയിട്ട് തന്നെ വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്? പുതിയ പഠനങ്ങൾ വരെ പറയുന്നത് നമ്മൾ റോ ആയിട്ട് ക്യാരറ്റ് വരെ ചെറിയ പിള്ളേരെ കയ്യിൽ വരെ കൊടുക്കണം, അവരത് വെച്ച് കഴിക്കണം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പല്ലായിക്കോട്ടെ എല്ലാം ആയിക്കോട്ടെ നമ്മുടെ ബ്രെയിന് സെൻസ് ചെയ്യും അത് ഇനിയും ഗ്രോത്ത് ഡെവലപ്മെൻറ്റ് നടക്കണമെന്ന്. ഇപ്പം ടോട്ടലി നമ്മുടെ ഫുഡ് ഹാബിറ്റേ മാറി. എല്ലാം റിഫൈൻഡ് ഫുഡ്സ്, സോഫ്റ്റ് ഫുഡ്സ്. ഇപ്പോൾ പിള്ളേർക്കൊന്നും ആ സ്റ്റൈല് മാറി. ബട്ട് അത് വിചാരിച്ചിട്ട് നമ്മൾ ഓവറോൾ ഹെൽത്ത് നോക്കണം. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ തന്നെ കുറേ കേസസ് കാണുന്നുണ്ട്. അതായത് നാരോ ആർച്ച്, അതായത് മുകളിലത്തെ എല്ലൊക്കെ വളർച്ച കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ, ഈ ഫുഡ് ഹാബിറ്റിൻ്റെ കുറവുണ്ടാണ്. ഈ നട്ട്സ് കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്, ഇങ്ങനത്തെ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് നാച്ചുറലായിട്ട് തന്നെ ഗ്രോത്തും അതേപോലെ ആർച്ച് ഡെവലപ്മെൻറ്റ്, അതായത് എല്ലിൻ്റെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കും. നമ്മുടെ ഹെൽത്ത് ആയിക്കോട്ടെ, നമ്മുടെ ബോഡി ആയിക്കോട്ടെ, ഇറ്റ് ഈസ് എ മിറാക്കിൾ. ആ രീതിയിലാണ് നമ്മുടെ ദൈവം നമുക്ക് സൃഷ്ടിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മളും അതിന് കുറച്ചൊരു സപ്പോർട്ട് കൊടുക്കണം. ഓക്കെ, അതെ, താങ്ക് യു.